ഇത് ഈ വഴി കുറച്ചുകൂടെ വലുതാക്കണം. ഇത് വഴിക്കുള്ളതല്ല, ഇത് ചീര നടാനുള്ളതാ. ആവശ്യമുള്ള കൊക്കിരിപ്പുണ്ട്. എനിക്ക് ഈ കൊക്കിറച്ചി തിന്നണം. നമ്മള് കൊക്ക എന്തിനാ ഇവിടെ നിന്നെ എന്താ പറഞ്ഞിട്ട് വന്നത്? കൊക്കിറച്ചി തിന്നണം എടുത്ത് നീ ഭയങ്കര വെടിവെപ്പ് പറഞ്ഞല്ലോ. നല്ല വലിയ വെടി വെക്കാൻ നേരത്തെ ദയവ് ചെയ്ത് അർപ്പിക്കരുത്. ലക്ഷ്യം മാർഗം ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. അവ ഉന്നമക്കട്ടെ, സപ്പോർട്ട് ലക്ഷ്യം പിടിയാളിയാ, ലക്ഷ്യം പിടിയാളിയാ. കൊക്കിന്റെ കണ്ണ് ലക്ഷ്യം കൊക്കിന്റെ കണ്ണായിരിക്കണം. കൊക്ക നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എങ്ങനെ പിന്നെ നിനക്ക് വേണ്ടി നിന്നിരിക്കണം. പിന്നെ എന്നെ അത് കൊക്കല്ല ഇളകണ്, എന്റെ തോക്കിന്റെ തുമ്പ ഇളകണ്. നീ ആദ്യം നേരെ ഉന്നം പിടിക്കും. നിങ്ങൾ നീ ശ്രദ്ധിക്കണം. ഏതോ ഹസ്ത സദോദൃഷ്ടിന്നാണ്. ലക്ഷ്യം എവിടെയാണോ അവിടെയാണ് പിടിക്കേണ്ടത് കേട്ടോ. മാനം കളയരുത്. ആ വിൽദാർ പട്ടാളക്കാരന്റെ മരുവനാണ്. അതാണ് എന്നെ കളഞ്ഞു. അത് പറന്നു പോയി ബഹളം വെച്ചാ പിന്നെ കളിയല്ലേ. എനിക്ക് അറിഞ്ഞോളാം. നീ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞോളാം. നീ ഞാൻ അറിയാവുന്ന വേണ്ടി കൂടെ നീ സംസാരിക്കണം. അവനെ കൊടുക്കണ്ട, ഞാൻ വെട്ടിയേക്കാം. അങ്ങോട്ട് ഞാൻ എറിഞ്ഞിട്ടോളാം. ഞാൻ വെക്കാൻ പിടിച്ചോ, എല്ലാവരും പിടിച്ചോ. അയ്യോ തോക്കെടുത്തിട്ട് ഈ കൊക്കിന് വേണിയൊക്കെ വന്നല്ലേ. ഞാൻ പിടിവെക്കാൻ പിടിച്ചു എന്നെ പിടിവെക്കാൻ സമ്മതിച്ചു. അതെ, മൂന്നാള് കൂടി ഒരു തോക്കിൽ പിടിച്ച എങ്ങനെ മുള വെടി വെക്കാൻ പറ്റുക? ഇവറ്റെ കൂട്ടിയിട്ട് വന്ന് എന്തെങ്കിലും ഒരു കാര്യം നടന്നുണ്ടോ? ഇതേ നിങ്ങള് വെടിവെക്കാൻ അറിയാനുള്ള ഒരാൾ ഞാൻ ഇവിടെ ഉണ്ട്. ഉണ്ടല്ലോ. പിന്നെ നീ എടാ, നീ പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ ഇത്രയും വലിയ പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടാ. എടാ, ഒരു പേട്ട് തോക്കും 2 ഉണക്ക മരുമക്കളെ കൊണ്ടുവന്ന് ഞാൻ പേടിച്ചു എന്ന് വിചാരിച്ചാ. രാമേന്ദ്ര അന്നെ വെടിവെച്ചല്ല, ഞങ്ങൾ കൊക്കിന് വെടിവെച്ചതാ. എന്റെ കൊക്കിന് വെടി അല്ല, പാറി നടക്കുന്ന കൊക്കില്ലേ, ആ കൊക്കിന്റെ ഇറച്ചി എന്റെ മരുവന് ഭയങ്കര ഇഷ്ടം. അതിന് വെടിവെക്കാൻ വന്നാ. ഇവിടുത്തെ കൊക്കിനെ പോയിട്ട് ഒരു തുമ്പിയെ പോലും നീ ഒന്നും പിടിക്കൂല. ആർക്കടാ കൊക്കിറച്ചി വേണ്ടത്?